മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ പി.എ. മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്ത് റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 11:15ഓടെയായിരുന്നു. 2011-2016 കാലഘട്ടത്തിൽ മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാംഗമായിരുന്നു. 13 വയസ്സു മുതൽ തന്നെ സജീവ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഐക്യജനാധിപത്യ മുന്നണി ജില്ലാ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, സീതാറാം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് ഡയറക്ടർ, മാള കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ചെയർമാൻ, മത്സ്യ വിൽപ്പന തൊഴിലാളി സഹകരണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച് വരുന്നതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുണ്ടായ അപകടത്തിലാണ് സാരമായി പരിക്കേറ്റത്. വീടിന് സമീപത്തുവെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തിൽ സംശയമുയർത്തി കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം DCC ഓഫീസിൽ പൊതുദർശനമുണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് മുണ്ടൂരിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച സംസ്കരിക്കും. സാവിത്രി ഭാര്യയും സമീർ, സമോദ് എന്നിവർ മക്കളുമാണ്.